ഭരണിക്കാവ് ട്രാഫിക് പരിഷ്കാരം നാളെ മുതൽ. KSRTC സ്റ്റാൻഡിൽ പ്രവേശിച്ചില്ലെങ്കിൽ സ്വകാര്യ ബസ്സുകളും കയറില്ലെന്ന് ബസ് ഉടമകൾ. ഭരണിക്കാവിലെ ട്രാഫിക് കുരുക്ക് ഒഴിവാക്കുന്നതിനുള്ള പരിഷ്കാരം നാളെ മുതൽ നടപ്പാകും. ബസ് സർവീസുകൾക്ക് നാളെ മുതൽ ജംഗ്ഷനിൽ സ്റ്റോപ്പ് ഉണ്ടാവുകയില്ല. ചക്കുവള്ളി ഭാഗത്തു നിന്നും സർവീസ് നടത്തുന്ന ബസ്സുകൾ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന്റെ പടിഞ്ഞാറ് വശത്തുകൂടി കയറി അതുവഴി തന്നെ തിരികെ പോകണം. കരുനാഗപ്പള്ളിയിൽ നിന്നും കടപുഴ ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ ചക്കുവള്ളി റോഡ് ഗേറ്റ് വഴി സ്റ്റാൻഡിൽ പ്രവേശിച്ച് അടൂർ റോഡ് ഗേറ്റ് വഴി പോകണം. അടൂർ കൊട്ടാരക്കര ഭാഗത്തു നിന്നുള്ള ബസ്സുകൾ കിഴക്കേ ഗേറ്റ് വഴി പ്രവേശിച്ച് ചക്കുവള്ളി ഗേറ്റ് വഴി തിരിച്ചു പോരണം. ഭരണിക്കാവിൽ സർവീസ് അവസാനിപ്പിക്കുന്ന ബസ്സുകൾ ശാസ്താംകോട്ട റോഡരികിൽ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല. എന്നാൽ ട്രാഫിക് പരിഷ്കാരം വേണ്ടത്ര കൂടിയാലോചനകളില്ലാതെയാണ് നടപ്പാക്കുന്നതെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കുന്നത്തൂർ കരുനാഗപ്പള്ളി താലൂക്ക് പ്രസിഡന്റ് കുമ്പളത്ത് രാജേന്ദ്രൻ, സെക്രട്ടറി അഷ്റഫ് സഫ എന്നിവർ പറഞ്ഞു. ഭരണിക്കാവ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം തുടങ്ങണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ സംഘടനയാണ് ആദ്യം നിവേദനം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബസ് സ്റ്റാൻഡ് തുടങ്ങുന്നതിന് ആവശ്യമായ ചില സാഹചര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ പഞ്ചായത്തിനും മറ്റധികാരികൾക്കും ഞങ്ങൾ നേരത്തെ തന്നെ അപേക്ഷ കൊടുത്തിട്ടില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്നതും കയറുന്നതും വഴിയുണ്ട്. ബസ് സ്റ്റാൻഡിൻ്റെ കിഴക്ക് വശത്ത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കുത്തനെയുള്ള ഇറക്കമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആഫീസിൻ്റെ പടിഞ്ഞാറ് വശത്തു കൂടി ഉള്ള റോഡ് അടൂർ റോഡിലോട്ടും കൊട്ടാരക്കര റോഡിലോട്ടും പോകേണ്ടതും അങ്ങോട്ട് വരേണ്ടതും ആയ ആ പ്രധാനപ്പെട്ട ഒരു വഴിയാണ്. ആ വഴി കുത്തനെയുള്ള ഇറക്കമാണ്. ഇവിടെ യാത്രക്കാരുമായിട്ട് ആ കുത്തനെയുള്ള ഇറക്കം കയറുന്നതിനും ഇറങ്ങുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ ബന്ധപ്പെട്ട അധികാരികളുടെ സമക്ഷത്തിൽ പലതവണ ബോധ്യപ്പെടുത്തിയിട്ടുള്ള. ഇപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നതിനായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷവും മറ്റ് ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷവും അങ്ങനെ 15 ലക്ഷം രൂപ ചിലവാക്കിയെന്നു. യഥാർത്ഥത്തിൽ 15 ലക്ഷം രൂപ ചിലവാക്കിയ ബസ് സ്റ്റാൻഡിൽ എന്തോ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾ ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടുന്നില്ല. കരുനാഗപ്പള്ളി കുന്നത്തൂർ താലിൻ്റെ മെയിൻ സ്ഥിരാകേന്ദ്രമാണ്. കരുനാഗപ്പള്ളി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏറ്റവും തിരക്കുള്ള സ്ഥലമാണ് ഭരണിക്കാവ്. ഭരണിക്കാവ് ബസ് സ്റ്റാൻഡുമായിട്ട് സംബന്ധിച്ച് എല്ലാ വർഷവും ഓണത്തിനും നടത്തി വരാറുള്ള മാവേലി വരുന്നത് പോലെ ഇത്തവണയും അവരൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി ജനങ്ങളുടെ കണ്ണിലും ഞങ്ങളുടെ കണ്ണിലൊക്കെ പൊടിയിടാനൊരു മീറ്റിംഗ് നടത്തി എന്ന് പത്രങ്ങളുടെ വായിക്കാനിടയായി. ഞങ്ങളുടെ കാലാകാലങ്ങളുടെ ആവശ്യമാണ് ഭരണിക്കാവിൽ ബസ്സുകൾ നിർത്തുന്നതിനും യാത്രക്കാരെ കയറ്റുന്ന ഇറക്കുന്നതിനും ബസ് സ്റ്റാൻഡ് എന്നുള്ളത്. 2010 ബഹുമാനപ്പെട്ട അന്നത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തുവെങ്കിലും ആദ്യഘട്ടത്തിൽ 2-3 ദിവസം ഈ ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുകയും KSRTC ഞങ്ങളും ഒരേപോലെ കയറാമെന്നുള്ള വ്യവസ്ഥയിലാണെന്ന് ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത്. ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞപ്പോൾ KSRTC പിൻവാങ്ങി. അതിൻ്റെ മുഖ്യമായ കാരണം അവരുടെ ബസ്സുകൾ അവരുടേതായാലും ഞങ്ങളുടേതായാലും ഭരണിക്കാവിൽ കിഴക്കുവശത്തൂടെ എൻട്രൻസായ പാർട്ടി ഓഫീസിന് മുന്നിലുള്ള ബസ് സ്റ്റാൻഡ് യാത്രക്കാരുമായിട്ട് ഇറങ്ങുമ്പോൾ ബസ്സുകളുടെ ബാഗ് ബ്ലൈറ്റുമൊക്കെ ഇടിച്ച് അത് സാരമായ കേടുകൾ പറ്റി. ആ പേരും പറഞ്ഞ് അവർ നിർത്തിപ്പോയി. ഇതുവരെ അതിനൊരു പരിഹാരം അധികാരികൾ ഉണ്ടാക്കിയിട്ടില്ല. സ്റ്റാൻഡ് അടുത്ത സമയത്തായിട്ട് ഒരു ചെറിയ ടാറിങ്, അതിനാൽ ഈ മഴയും 2 ദിവസം ബസ് കയറുമ്പോൾ ആ സ്റ്റാൻഡ് വീണ്ടും പൊളിയും. ഇതൊക്കെയാണ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ. എന്തു തന്നെയായാലും ഞങ്ങൾക്ക് ബസ് സ്റ്റാൻഡ് വേണം എന്നുള്ള ആവശ്യക്കാരാണ്. അതല്ലെങ്കിൽ യാത്രക്കാരെ കയറ്റുന്നതിനും ഇറക്കുന്നതിനുമുള്ള സൗകര്യങ്ങൾ ഭരണിക്കാവിൽ ഉണ്ടാകണം. അധികാരികൾ എവിടെ നിർത്താൻ പറയുന്നു അവിടെ നിർത്താനും എവിടെ നിർത്തണ്ടെന്ന് പറയുന്ന അവിടെ നിർത്താതിരിക്കാനും ഞങ്ങൾ ബാധ്യസ്ഥരാണ്. സ്വകാര്യ ബസ് ഉടമകൾ ബാധ്യസ്ഥരാണ്. പക്ഷേ ഇത് നിയമം ഞങ്ങൾക്ക് മാത്രമാകരുത്. KSRTC എത്ര ദിവസം കയറുന്നു അത്രയും ദിവസം ഞങ്ങൾ അതിനകത്ത് കയറും. KSRTC എപ്പോൾ നിർത്തുന്നു അതിൻ്റെ തൊട്ട് അടുത്ത ദിവസം ഞങ്ങൾ സ്റ്റാൻഡിൽ കയറ്റം നിർത്തും. മുൻകാലങ്ങളിലെ അനുഭവം വെച്ചിട്ട് പറയുകയാണ്. അതിന് അധികാരികൾ ശ്രദ്ധ കൊടുക്കണം. പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പ്രവർത്തനക്ഷമമാകുമ്പോഴും പരിമിതികൾ ഏറെയാണ്. 15 ലക്ഷം രൂപ ചിലവഴിച്ച് പുനർനിർമ്മിച്ച ബസ് സ്റ്റാൻഡ് മഴക്കാലമായതോടെ തകർച്ചയുടെ വക്കിലാണ്. കൂടാതെ അടൂർ റോഡിലെ പ്രവേശന കവാടം പ്രധാന റോഡിലേക്ക് കയറുന്ന റോഡിലെ കുത്തനെയുള്ള കയറ്റവും ഭീഷണിയാവുകയാണ്. ഷെമിയാസ് കുമാർ, ദൃശ്യ ന്യൂസ്, ശാസ്താംകോട്ട.